ഹായ് ഓൾ ഇന്നൊരു കേക്ക് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ ഓർഡേഴ്സും അതുപോലെ ഫാമിലിയിലെ ഫംഗ്ഷനും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ 1 മീറ്ററിൻ്റെ കേക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എന്താ പറയുക വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 1 മീറ്റർ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലൈവുഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി അതിൻ്റെ അളവൊക്കെ എടുത്ത് കറക്റ്റാക്കി വെക്കേണ്ടത്. ഇത് നമുക്ക് ഫാമിലിയിലുള്ള വെഡ്ഡിങ്ങിന് തന്നെ കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അറബിക് നൈറ്റ് പ്രോഗ്രാം എൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഇത് നൈറ്റിലാണ് പ്രോഗ്രാം. അപ്പോൾ ഈവനിങ്ങിൽ തന്നെ ഒരുവിധം കേക്കുകൾ സ്പഞ്ചസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് 27-നാണ് 26-നാണ് ഈ പ്രോഗ്രാം വീട്ടിൽ നടന്നിരുന്നത്. 27-നാണ് 1 മീറ്റർ കേക്ക് കൊടുക്കാനുള്ളതും അതുപോലെ വെഡ്ഡിങ് കേക്കിൻ്റെ വർക്കും എല്ലാം നടക്കുന്നത് കേട്ടോ. ആ ഒരു ദിവസമാണ് നമുക്കുള്ളത്. അപ്പോൾ 27-ന് നേരത്തെ എണീറ്റിട്ട് വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലം കേക്കിനും ഓർഡർ ഉണ്ട്. ക്രിസ്മസ് കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് കുറേ ദിവസത്തിന് പ്ലം കേക്കിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് 2-3 പീസൊക്കെ ഡെയിലി എന്ന് പറഞ്ഞ പോലെ പോവുമായിരുന്നു. അപ്പോൾ പ്ലം കേക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രീം കേക്കിലും ഞങ്ങൾക്ക് വർക്ക് ഉണ്ട്. അപ്പോൾ അതും ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്പഞ്ചസ് ഞാൻ കുറേ തലേ ദിവസം ചെയ്തതുകൊണ്ട് തന്നെ 26-ന് ചെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് സ്പഞ്ചൊന്നും പിന്നെ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ. അതൊക്കെ ഐസിങ് ചെയ്യലും റെഡിയാക്കി എടുക്കലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ചില സ്പഞ്ചസൊക്കെ ആക്കണമുണ്ട് കേട്ടോ അതിനിടയ്ക്കായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പ്ലം കേക്ക് ഡീറ്റെയിൽ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പ്ലം കേക്കിന് നമുക്ക് പ്രാവശ്യം വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോക്ക് ചെയ്തിട്ട് ഇതുപോലെ ഞാൻ കണ്ടെയ്നറിലാക്കി വെക്കാറാണ്. അപ്പോൾ ഒരുവിധമൊക്കെ സോക്ക് ചെയ്തത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ലാസ്റ്റാണെന്ന് വിചാരിച്ചു, പക്ഷേ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് വർക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പ്ലമ്മിൽ. അങ്ങനെ പ്ലം കേക്കിൻ്റെ ബാറ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനിപ്പോൾ ഇതാ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 2-3 ഓർഡർ വന്നാലും ഞാൻ അതിനും കൂട്ടിയിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ. കാരണം നമുക്ക് എപ്പോഴാണ് ഇതിന് ഓർഡർ വരിക എന്ന് പറയാൻ കഴിയില്ല. പിന്നെ പ്ലം കേക്കൊക്കെ കുറേ ദിവസം നമുക്ക് പുറത്ത് തന്നെ വെക്കാമല്ലോ, കേടുവരുമൊന്നുമില്ല. ഇരിക്കും തോറും അതിന് ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക. അങ്ങനെ ഇപ്പോൾ ഇതാ പ്ലം കേക്ക് ഏകദേശം ബേക്ക് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വരില്ല. പിന്നെ ഉള്ളിൽ നമുക്കിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും കുറച്ചൊരു ഹാർഡായിട്ട് തോന്നും. ഇപ്പോൾ ഇത് ഒന്നും കൂടി ആവാനുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു സോഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഒന്നും കൂടി ക്ലോസ് ചെയ്തിട്ട് വെക്കുകയാണ്. പിന്നെ ആ ഒരു പ്ലം ആയതിൻ്റെ ശേഷം വേണം ഈ ഒരു ബാറ്റർ അതിനകത്ത് വെച്ച് കൊടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ പുറത്തുതന്നെ ഓവൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പ്ലം വെന്തതിൻ്റെ ശേഷം പിന്നെ ഞാനത് ഉള്ളിലേക്ക് വെച്ചിട്ട് അതും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 മീറ്റർ കേക്കും പിന്നെ അതേപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള കുറച്ച് ഓർഡേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ സ്പഞ്ച് ഇപ്പോൾ നമുക്ക് എല്ലാ സ്പഞ്ചും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഐസിങ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കേക്കിൻ്റെയും നമ്മൾ ലെയറൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്ന വർക്ക് ഒന്നും കൂടി എളുപ്പമായിട്ട് തോന്നാറുണ്ട്. ഐസിങ് ചെയ്യാനേ പിന്നെ ഉണ്ടാവുള്ളൂ ലെയറിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ലെയറിങ്ങിൻ്റെ മുന്നായിട്ട് തന്നെ ആ പരന്നിട്ടുള്ള പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യും. അപ്പോൾ പിന്നെ അത്രയും പണി നമുക്ക് കുറഞ്ഞ് കിട്ടുമല്ലോ. പിന്നെ 1 മീറ്റർ കേക്കിനുള്ള സ്പഞ്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യാനുള്ളതും എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരാണെങ്കിൽ 1 മീറ്ററിൽ അതായത് ഫ്ലാറ്റ് ആയിട്ടുള്ള കേക്ക് ഇങ്ങനെ ചെയ്യാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വെഡ്ഡിങ് കേക്കിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പഞ്ചാണ്. അപ്പോൾ വെഡ്ഡിങ് കേക്ക് നമുക്ക് ആ ഫാമിലിയുള്ള പ്രോഗ്രാം തന്നെയാണ്. അതിൽ ഞാൻ ഒരു കേക്കും ബാക്കി ഡമ്മിയാണ് കൊടുക്കുന്നത്. പിന്നെ വേറെ കട്ട് ചെയ്യാനായിട്ട് വേറൊരു കേക്ക് കൂടി കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വേറൊരു 3 ടയർ വെഡ്ഡിങ് കേക്ക് കൂടി ഓർഡർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കും നമുക്ക് ചെയ്യണം. അപ്പോൾ 27-ന് കൊടുക്കാനുള്ള വർക്കുകളാണ് കേട്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ്. ഇത് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് വന്നിട്ടുള്ളത്. അവർ ഡെക്കറേഷനും ഏത് മോഡൽ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ വെറൈറ്റി ചെയ്യും. ഇപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണേഷിനകത്ത് കളർ കൊടുത്തിട്ട് ട്രിപ്പ് കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ടോപ്പിലായിട്ട് നെയിമും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു ടോൾ കേക്കാണ് കേട്ടോ. ഇത് പെട്ടെന്ന് വന്നിട്ടുള്ള കേക്കായിരുന്നു. ടോൾ കേക്കല്ല, നോർമൽ എന്താ പറയുക ടെൻഡർ കോക്കനട്ടിൻ്റെ 1/2 kg കേക്കാണ്. ഇത് പെട്ടെന്ന് വന്നു. സ്പഞ്ച് കയ്യിലുള്ളതുകൊണ്ട് എടുത്തതായിരുന്നു. പിന്നെ ടെൻഡർ കോക്കനട്ട് എനിക്ക് പിന്നെ അടുത്ത് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് കിട്ടും കേട്ടോ. ഒരു ഓട്ടോ വിട്ട് കഴിഞ്ഞാൽ സംഭവം കിട്ടും വീട്ടിൽ. അപ്പോൾ പിന്നെ ഞാൻ വന്ന വർക്ക് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് എത്ര തിരക്കാണെങ്കിലും പെട്ടെന്ന് വരുന്ന വർക്കാണെങ്കിലും നമ്മൾ സ്പഞ്ച് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കും കേട്ടോ. വെറുതെ കളയാറില്ല. അങ്ങനെ ഇപ്പോൾ ആ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞു. സിമ്പിളായിട്ടുള്ള, അവർക്ക് മോഡലൊന്നുമില്ല, എങ്ങനെയായാലും വീട്ടിൽ കഴിക്കാനാണെന്ന് തോന്നുന്നു. പ്രോഗ്രാമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നെയിമും എഴുതിയിട്ടുണ്ടായിരുന്നില്ല.
അങ്ങനെ കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞു. പിന്നെ ബേസ് ഒന്ന് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം താഴെ ഭാഗത്തായിട്ട് ഒരു ബോർഡർ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് ചെയ്ത് വന്നപ്പോൾ കുറച്ചൊരു ഹൈറ്റ് ഉണ്ടായിരുന്നു. ഹൈറ്റ് ഉള്ള കാരണം എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഇവിടെ ട്രാവലിങ്ങിൽ എങ്ങാനും കേക്ക് ചിരിയോ എന്നുള്ളത്. എന്നിട്ട് അത് കാരണം ഞാൻ കുറച്ച് ഉള്ളിലായിട്ട് 2 സ്റ്റിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡബിൾസ്, പ്ലാസ്റ്റിക്കിൻ്റെ ഡബിൾസ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇൻ കേസ് വല്ല ചെരിവും വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതാ താഴെ ഭാഗത്തായിട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിനെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ആ ഒരു 1 മീറ്റർ കേക്കിൻ്റെ ഒരു പാർട്ട്, അതായത് 2 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരു പാർട്ടാണിത്. അപ്പോൾ അതിനെ വർക്ക് കഴിഞ്ഞതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇതേപോലെ തന്നെ ഒരു പീസ് കൂടി, ഇപ്പുറത്തെ പീസ് കൂടി ഉണ്ട് കേട്ടോ. അതിനെയും ഫൈനൽ കോട്ട് ചെയ്തിട്ട് ഇതേ സെയിം ഡെക്കറേഷൻ ആക്കിയിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് പിന്നെ കട്ടിങ്ങിൻ്റെ കുറച്ച് മുന്നായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യുക. അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു കേക്കും ഇതിപ്പോൾ 2 ഫ്ലാറ്റ് കാണുന്നത്, ഒരെണ്ണം നമുക്ക് ഓർഡർ വേറെ ഉള്ളതാണ് കേട്ടോ. അതിൻ്റെ വർക്കുണ്ട്. അത് നമുക്ക് 28-ന് കൊടുക്കാനുള്ളതാണ്. 27-ന് കൊടുക്കാനുള്ള കേക്കാണ് ഈ 3 കേക്ക്. അതിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് 1 മീറ്ററിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ അതും സെയിം ഡെക്കറേഷൻ തന്നെ ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്തത് കുറച്ചും കൂടി വലുതായിരുന്നു, വലിയ സൈസായിരുന്നു. ഇത് അതിനേക്കാളും കുറച്ചുകൂടി ചെറിയ സൈസാണ് കേട്ടോ. അപ്പോൾ ഇതും കഴിഞ്ഞു. ഇനി ഇതിൽ എന്തെങ്കിലും ഡെക്കറേഷൻ ചെറുതായിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഫ്ലവർ വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ക്രീം യൂസ് ചെയ്തിട്ടുള്ള, വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ടുള്ള കേട്ടോ. പിന്നെ കേക്കിൻ്റെ വർക്ക് 27-ന് കൊടുക്കാനുള്ള കേക്കെല്ലാം ചെയ്ത് കഴിഞ്ഞു. പ്ലം കേക്ക് 2 എണ്ണം വർക്കുള്ളത് അതും ചെയ്ത് കഴിഞ്ഞു. ഇനി അത് പാക്ക് ചെയ്യാനാണ്. സാധാരണ പാക്കിംഗ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ 1 kg ബട്ടർ സ്കോച്ച് കേക്ക്, 1/2 kg ടെൻഡർ കോക്കനട്ട് കേക്ക്. സിമ്പിളാണ്. എനിക്ക് തന്നെ കാണുമ്പോൾ എന്തോ പോലെ ഉണ്ട്. കാരണം അത്ര ഒരു എന്താ പറയുക, തിരക്കിനിടയ്ക്ക് ചെയ്തതുകൊണ്ടേ നമുക്കങ്ങനെ ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഡെക്കറേഷൻ കേട്ടോ. അപ്പോൾ കേക്കെല്ലാം ബോക്സിലാക്കിയിട്ടുണ്ട് ഫോട്ടോ എടുത്തതിന് ശേഷം. എന്നിട്ട് അത് ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോയിട്ടാണ്. ഉപ്പും ഉമ്മയും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പോകുമ്പോൾ അവരുടെ അടുത്ത് കൊടുത്തു വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ 4 കേക്കും. അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഫ്ലവേഴ്സ് കൊടുത്തു കേട്ടോ. 1 മീറ്റർ കേക്കിൻ്റെ ബാക്കിയുള്ള 2 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 2-ലായിട്ടും ഞാൻ കോർണറിലായിട്ടാണ് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുള്ളത്. റോസ് പെറ്റലിൻ്റെ നോസിൽ യൂസ് ചെയ്തിട്ടാണ് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഇതെല്ലാം വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകിട്ട്. അപ്പോൾ പിന്നെ എനിക്ക് വെഡ്ഡിങ് കേക്ക് ചെയ്യാനായിട്ട് ടൈം ഉണ്ടായില്ല. വെഡ്ഡിങ് കേക്കിൻ്റെ വർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഡമ്മി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി രാത്രി വന്നിട്ട് വെഡ്ഡിങ് തലേദിവസം രാത്രി കല്യാണത്തിന് പോകണം. അത് കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഡ്രസ്സെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ കല്യാണത്തിന് പോയി. അപ്പം അന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയിലെല്ലാം കല്യാണമാകുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാട്ടോ. വർക്ക് കൂടുതൽ വരുന്ന സമയത്ത് പൊതുവേ എനിക്ക് എപ്പോഴും വരാറുള്ളത്, നമ്മളെ ഫാമിലിയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പരിപാടി ഉണ്ടെങ്കിൽ അന്ന് നല്ലോണം തിരക്കായിരിക്കും. എല്ലാം കൊണ്ടും നമ്മൾ പെട്ടു പോണ ഒരവസ്ഥ വരും കേട്ടോ. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു എനിക്കന്ന്. അന്ന് ഞാൻ സാരിയൊക്കെ എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഫാമിലിയിൽ എല്ലാവരും സാരി ആയിരുന്നു കേട്ടോ തലേ ദിവസം. പക്ഷേ എനിക്ക് സാഹചര്യം കൊണ്ട് പറ്റിയില്ല, ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ സാരി ഒന്നും എടുക്കാൻ നിന്നില്ല. എന്താ പറയുക, അതൊരു വലിയ സ്റ്റോറി ആയിട്ട് തന്നെ ഞാൻ മാറ്റി വെച്ചു കേട്ടോ. കാരണം എനിക്ക് നല്ലോണം വിഷമമുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒത്ത് ചെയ്യാമെന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു. പിന്നെ അതാ കേക്ക് കട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ വന്നിട്ട് കേക്കെല്ലാം ജോയിൻ്റ് ആക്കി ഇനിയിപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ 3 പേര് വെച്ചിട്ടാണിത് പൊക്കി കൊണ്ടുപോകേണ്ടത്. കാരണം സെൻറ്ററിൽ ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുത്തു. സെൻറ്ററിൽ സപ്പോർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഒരു പേടിയല്ലേ പൊട്ടിപ്പോവോ എന്നുള്ളത്. അപ്പോൾ നല്ല പ്ലൈവുഡാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കട്ടിയുള്ളൊരു പ്ലൈവുഡ് യൂസ് ചെയ്യുക. അപ്പോൾ പിന്നെ പൊട്ടിപ്പോവൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ സർപ്രൈസ് കേക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഡയറക്റ്റ് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട, ബാക്കിൽ കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിപ്പോൾ ബാക്കിലേക്ക് വണ്ടി എടുക്കണം. എന്നിട്ട് ഇനി ബാക്കിൽ കൂടെ കൊണ്ടുപോകണം കേട്ടോ ചെയ്യണത്. അപ്പോൾ സർപ്രൈസായിട്ട് എന്താ പറയുക, പെണ്ണിൻ്റെ ബ്രദർ ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ അതങ്ങനെ എല്ലാവരും ഉള്ള ഫംഗ്ഷന് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. കല്യാണത്തിന് തലേ ദിവസം ഫുഡെല്ലാം കഴിച്ചിട്ട് പുറത്തുള്ളവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ ഫാമിലിയിലുള്ളവർ തന്നെ അത്യാവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ കേക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോൾ ഇതാ അവർ സർപ്രൈസ് ആയിട്ടോ, ഈ ഒരു മണവാട്ടി സർപ്രൈസ് ആയിട്ടുള്ള നൃത്തമാണ്. അങ്ങനെ ടൈമിനനുസരിച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യാണ്.
അങ്ങനെ കേക്ക് കട്ടിങ്ങും അതിൻ്റെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രിയിൽ മറ്റേ കേക്കിൻ്റെ വർക്കൊന്നും ചെയ്യാൻ നിന്നില്ല. വന്നതിന് നല്ല ടയേർഡായിട്ടായിരുന്നു. കാരണം അന്ന് ഫുള്ള് കേക്കിൻ്റെ വർക്ക് തന്നെ ആയിരുന്നു, ഒരു റെസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഉറക്കം വരൽ തുടങ്ങി, പിന്നെ നല്ലോണം വീക്കായ പോലെ തോന്നി. പിന്നെ നമുക്ക് അന്ന് ഉറക്കമൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസം തീരെ എനർജി ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അതിന് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഉറങ്ങി. പിന്നെ രാവിലെ നേരത്തെ എണീറ്റു, എന്നിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഡമ്മി എല്ലാം ഐസിങ് ചെയ്തു വെച്ചു. പിന്നെ അതാ ഏറ്റവും ടോപ്പിലുള്ള കേക്ക് ഇത്ര വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കേക്കിനെ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കണുണ്ട്, ഇനി ഫൈനൽ കോട്ട് ചെയ്യാണ്ട്. പിന്നെ നമുക്ക് വെഡ്ഡിങ് കേക്ക് ഇത് പുറത്തേക്ക് ഉള്ള ഓർഡറാണ് കേട്ടോ. അപ്പോൾ താഴെ ഭാഗത്ത് ഡമ്മിയും മുകളിലായിട്ട് കേക്കുമാണ് വന്നിട്ടുള്ളത്. ടോപ്പിലായിട്ട് 2 kg കേക്കാണ്, താഴെ ഡമ്മി ജോയിൻറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് വെഡ്ഡിങ് കേക്കിൻ്റെ. അപ്പോൾ ഇത് നമുക്ക് ഒരു 5 മണിക്കാണ് ഡെലിവറി ചെയ്യാനുള്ളത്. അപ്പോൾ വീട്ടിൽ കല്യാണം ആ ഒരു സമയത്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ആകെ ഒരു കൺഫ്യൂഷനായി നിൽക്കുന്ന സമയമാണ് ഡെലിവറീൻ്റെ കാര്യത്തിൽ. പിന്നെ അവർക്ക് ഈ ഒരു വർക്കിൻ്റെ ടീമിന് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ആകെ കൺഫ്യൂഷനായി. എന്നാലും എല്ലാം സെറ്റാക്കാമെന്ന് വെച്ചു. പിന്നെ ഇത് പാക്ക് ചെയ്ത് വെക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഈ ഒരു 3 kgയിലുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള കേക്കാണ് ഇത്. നമുക്ക് 27th ഈ സെയിം തീമിൽ തന്നെ ഒരു കേക്ക് ഉണ്ടായിരുന്നു. അവർക്ക് 2 കേക്കാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ആ ഒരു കേക്കും പാക്ക് ചെയ്ത് വെച്ചു. അത് 3 മണിക്കാണ് സ്ക്വയർ കേക്ക് കൊടുക്കാനുള്ളത്. എല്ലാം കൂടി ഒരു കൺഫ്യൂഷനാണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് കട്ട് ചെയ്യാനുള്ള വെഡ്ഡിങ് കേക്കിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ ഫ്ലവർ വെച്ചിട്ട് ഡമ്മിനെ കവർ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന കേക്കിന് ഈ ഒരു രൂപമാണ് കേട്ടോ ഉള്ളത്. ഇനി ടോപ്പിലാണ് മാത്രമേ നമുക്ക് കേക്കുള്ളൂ, ബാക്കിയെല്ലാം ഡമ്മിയാണ്. അങ്ങനെ എല്ലാം സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം കല്യാണത്തിന് പോവുകയാണ് കേട്ടോ. കല്യാണത്തിന് പോയി എന്നിട്ട് പിന്നെ നമ്മൾ ആ ഒരു ഓരോ കേക്കും ഡെലിവറിൻ്റെ ടൈമിലായിട്ട് വീട്ടിലേക്ക് തന്നെ പോകും, എന്നിട്ട് അത് കൊടുത്തു വിടും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഓട്ടോ ഏൽപ്പിച്ചിട്ടുണ്ട്. അന്ന് ഇക്ക കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇക്കാക്ക് പോയിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. കാരണം ഇക്കാൻ്റെ മൂത്താപ്പാൻ്റെ മോൻ്റെ കല്യാണം, അപ്പം മെയിനായിട്ട് അവരവിടെ ഉണ്ടാവേണ്ട സമയമല്ലേ. അങ്ങനെ ഇപ്പോൾ ഈ ഒരു കേക്ക് വെഡ്ഡിങ് കേക്ക് കട്ട് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെഡ്ഡിങ് കേക്ക് എടുക്കാൻ വന്നു. ഈ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ സ്ക്വയർ കേക്കും ഡെലിവറിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ കേക്കിൻ്റെ കൂടെ ഒരു സ്ക്വയർ കേക്ക് നമ്മൾ അവിടെ ഉള്ളവർക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ജസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള 1 kg കേക്ക് 2 kg സൈസിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതാ കേക്ക് ഫൈനലായിട്ടുള്ള ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, ഇത് സെറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ടെൻഷൻ, ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇനി ഫോട്ടോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. വീഡിയോക്കും നല്ല വീഡിയോസൊന്നും കിട്ടിയില്ല കേട്ടോ. ഫാമിലിയുള്ള കല്യാണമാകുമ്പോൾ അങ്ങനെ കേട്ടോ, നമുക്ക് മുന്നോട്ട് ഇറങ്ങിയിട്ട് മുന്നിൽ ഇറങ്ങിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരു ചെറിയൊരു ചടപ്പാണ് കേട്ടോ. എന്താണെന്നറിയില്ല, അത് എനിക്കാണ് മാത്രമാണോ എന്നറിയില്ല. എനിക്ക് പൊതുവേ അങ്ങനെയാണ്. നമ്മൾ ക്ലോസ് ആയിട്ടുള്ളവരാണെങ്കിൽ അങ്ങോട്ട് മുന്നിൽ ഇറങ്ങാനൊരു ചടപ്പാണ്. എന്നാൽ പുറത്തുള്ളവർക്കാണെങ്കിൽ എവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഞാൻ ഓക്കെയാണ് കേട്ടോ. അങ്ങനെ ജസ്റ്റ് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു. അതാണെങ്കിൽ ഞാൻ തിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളങ്ങോട്ട് സോൾവ് ചെയ്തു. നല്ല ഫോട്ടോ ഒക്കെ കിട്ടാഞ്ഞാൽ അങ്ങനെയാണല്ലോ, ചെയ്ത വർക്കിനുള്ള ആ ഒരു ഇത് നമുക്ക് കിട്ടില്ല, നല്ലൊരു ഫോട്ടോ വീഡിയോ ഒന്നും കിട്ടാഞ്ഞാൽ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നല്ല വീഡിയോസൊക്കെ സെറ്റാക്കി എടുത്തു കേട്ടോ. പിന്നെ അപ്പോൾ ഇത്രയാണ് എൻ്റെ തിരക്ക് പിടിച്ച വീട്ടിലെ കല്യാണം. ഒരുപാട് ആഗ്രഹിച്ച് നടന്നൊരു കല്യാണമാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഫാമിലി ഒരു കല്യാണം നല്ല അടിച്ചു പൊളിച്ച് കിട്ടിയത്. പക്ഷെ അത് ആകെ കൊള്ളായ അവസ്ഥയായിരുന്നു കേട്ടോ. എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് എല്ലാ ബേക്കേഴ്സിൻ്റെയും അവസ്ഥ. ഇങ്ങനെയൊക്കെ തന്നെയാണ് വീട്ടിൽ പ്രോഗ്രാം നടക്കുമ്പോൾ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് തരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്